ഇന്നലെ അതായത് അമേരിക്കയിൽ ഇന്നലെ UN പൊതുസഭയെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഒരു കാര്യം എന്നെ പോലെയുള്ള രാഷ്ട്രമീമാംസ വിദ്യാർത്ഥികളെ വല്ലാതെ അലോസരപ്പെടുന്നതായി. നമുക്കറിയാം, ലോകം മുഴുവൻ തകർന്ന് തരിപ്പണമായ ഒരു യുദ്ധമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം. ആ യുദ്ധത്തിന് ശേഷമാണ് UN പോലെയുള്ള ഒരു സംവിധാനം ലോകത്തിന് വേണം. ലീഗ് ഓഫ് നേഷൻസ് പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഐക്യരാഷ്ട്ര സംഘടന പോലെ ഒരു സാധനം വേണം എന്ന് ലോകരാജ്യങ്ങൾക്ക് തോന്നി. മാത്രമല്ല, അണുബോംബൊക്കെ വർഷിച്ച ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ബോംബ് വീണ് 10,000 കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്തരമൊരു ചിന്ത ലോകരാജ്യങ്ങൾക്ക് ഉണ്ടായതും. അങ്ങനെയാണ് UN എന്നുള്ള ഐക്യരാഷ്ട്രസഭ എന്ന സാധനം ഉണ്ടായതും. എന്നാൽ UN പൊതുസഭയിൽ പ്രസംഗിക്കുമ്പോൾ ഇന്നലെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് UN പ്രസക്തി നഷ്ടപ്പെട്ടു, UN നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല, UN വേണമെന്ന് അമേരിക്കയ്ക്ക് നിർബന്ധമില്ല എന്നതുപോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം. അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോകരാജ്യങ്ങൾ ഒരു കുടപിടിച്ച് നിൽക്കണമെന്നുള്ള വലിയ വിദൂരമായൊരു സ്വപ്നമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, ലോകരാജ്യങ്ങൾ അമേരിക്കൻ കുടയ്ക്ക് കീഴിൽ നിൽക്കുക. ഇപ്പം സോവിയറ്റ് ബ്ലോക്കും അമേരിക്കൻ ബ്ലോക്കും രണ്ട് കുടക്കീഴിൽ നിന്ന കോൾഡ് വാർ സിറ്റുവേഷൻ ശീതസമരകാലത്ത് ഉറപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കുട തുറക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാനും എന്നെപ്പോലെയുള്ള വിദ്യാർത്ഥികളും പറയുന്ന ഒരു കാര്യം, അതായത് UN കൊണ്ട് വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഈ ഗസയിലൊക്കെ നടക്കുന്ന കൂട്ടക്കൊല അവസാനിപ്പിക്കാനൊന്നും UN കഴിയുന്നില്ല. അത് ഈ വീറ്റോ പവറൊക്കെ ഉള്ള 5 പെർമനന്റ് മെമ്പേഴ്സിന് വീറ്റോ പവർ കൊടുത്തതിൻ്റെ കുഴപ്പമാണത്. അതേസമയം ഈ ലോകരാജ്യത്തിലെ നേതാക്കന്മാർക്കെല്ലാം ഒന്നിച്ചിരുന്നൊരു ആശയവിനിമയം നടത്താനുള്ള ഒരു വേദിയായിട്ട് UN തുടരുന്നത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. UN നിലനിൽക്കുമോ എന്നൊക്കെ സംശയം ഉന്നയിച്ചാൽ UN പകരം എന്ത് എന്നുള്ള ചോദ്യം ബാക്കിയാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.